Hello friends, welcome to Pre-Success Codes. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലുള്ള കുറച്ച് പുതിയ അപ്പോയിന്റ്മെന്റ്സ് ആണ്. നമുക്കറിയാം ഓരോ പൊസിഷനിലേക്കും ഓരോ പുതിയ ആൾ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ടെന്യൂർ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു കാലയളവ് കഴിയുമ്പോൾ അദ്ദേഹം മാറി പുതിയൊരാളും വരുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ഇന്ത്യയിൽ നടന്ന കുറച്ച് അപ്പോയിന്റ്മെന്റ്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ചെയർമാൻ ഓഫ് UPSC, അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ. എന്താണ് UPSC എന്ന് പറയുന്നത്? നമ്മുടെ കേരളത്തിൽ കേരള PSC എന്ന് പറയുന്നത് പോലെയാണ് സെൻട്രൽ ലെവൽ എക്സാംസിന് UPSC ആണ് ഹയർ ലെവലിലുള്ള സെൻട്രൽ എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് UPSC എന്നുള്ള കമ്മീഷനാണ്. ഓക്കെ, ഇപ്പോൾ ചെയർമാൻ ഓഫ് UPSC എന്ന് പറയുന്നത് ആരാണ്? അരവിന്ദ് സക്സേന. ഇദ്ദേഹമാണ് UPSCയുടെ ചെയർമാൻ. ഇനി UPSCയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അതായത് ആർട്ടിക്കിൾ 315 ആർട്ടിക്കിൾ പ്രകാരമാണ് UPSC എന്നുള്ളൊരു കമ്മീഷൻ ഫോം ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സെൻട്രൽ ലെവലിലുള്ള എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇദ്ദേഹത്തിൻ്റെ ടെന്യൂർ, അതായത് ചെയർമാൻ ഓഫ് UPSC ആൻഡ് മെമ്പേഴ്സ്, അവരുടെ ടെന്യൂർ എന്ന് പറയുന്നത് 6 വർഷമാണ്. അപ്പോൾ 6 വർഷത്തേക്കാണ് ഒരു ചെയർമാനെയും അദ്ദേഹത്തിൻ്റെ കൊളീഗ്സിനെയും അപ്പോയിൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ടെന്യൂർ 6 years ആണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 315 ആണ്. അടുത്ത ഞാൻ പറയുന്നത് ചെയർപേഴ്സൺ ഓഫ് അറ്റോമിക് എനർജി കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? അദ്ദേഹത്തിൻ്റെ പേര് നാഗേശ്വർ റാവു ഗുണ്ടൂർ എന്നാണ്. അപ്പോൾ ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് എന്നുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ചെയർപേഴ്സൺ ഓഫ് അറ്റോമിക് എനർജി കമ്മീഷൻ നാഗേശ്വർ റാവു ഗുണ്ടൂർ ആണ്. ഇനി അറ്റോമിക് എനർജി കമ്മീഷൻ ഫോം ചെയ്തത് 1983 അറ്റോമിക് എനർജി കമ്മീഷൻ ഫോം ചെയ്തത്. എന്തിനാണ് ഈ അറ്റോമിക് എനർജി കമ്മീഷൻ? നമുക്കറിയാം എനർജി തന്നെ കൺസ്ട്രക്റ്റീവ് പർപ്പസിനും അതുപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് പർപ്പസിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അറ്റോമിക് എനർജി അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജി അതിൻ്റെയൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അറ്റോമിക് എനർജി കമ്മീഷൻ ഇന്ത്യയിൽ ഫോം ചെയ്തിട്ടുള്ളത്. എന്നാണ് ഫോം ചെയ്തിരുന്നത്? 1983. ഇപ്പോഴത്തെ അതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് നാഗേശ്വർ റാവു ഗുണ്ടൂർ ആണ്. ഇനി പറയുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. അത് കേൾക്കുമ്പോൾ തന്നെ ഓം പ്രകാശ് റാവത്ത് എന്ന് പറയരുത്, അദ്ദേഹം മാറി. ഇപ്പോൾ ആരാണ്? സുനിൽ അറോറയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 324 പ്രകാരമാണ് ഇന്ത്യയിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നിലവിൽ വന്നത്. ആരാണ് ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ? സുനിൽ അറോറ. ഇനി പറയുന്നത് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. എന്താണ് സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത്? ഇന്ത്യയിലെ സെക്കൻഡ് ലോ ഓഫീസറാണ് സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ലോ ഓഫീസർ ആരാണ്? അറ്റോർണി ജനറൽ. ഫസ്റ്റ് ലോ ഓഫീസർ എന്ന് പറയുന്നത് അറ്റോർണി ജനറൽ ആണ്. സെക്കൻഡ് ലോ ഓഫീസർ എന്ന് പറയുന്നത് ആരാണ്? സോളിസിറ്റർ ജനറൽ ആണ്. ആരാണ് ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ഇപ്പോഴത്തെ? തുഷാർ മെഹ്തയാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ. 3 വർഷമാണ് ഇദ്ദേഹത്തിൻ്റെയും കാലാവധി വരുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ആരാണ്? ദീപക് മിശ്ര അല്ല, അദ്ദേഹം മാറി. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ രഞ്ജൻ ഗൊഗോയി ആണ്. ആരാണ്? രഞ്ജൻ ഗൊഗോയ്. ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓർത്ത് വെക്കുക, വീണ്ടും വീഡിയോ കേൾക്കുക, എഴുതി വെക്കുക. എങ്ങനെയാണെങ്കിലും ഇത് പഠിച്ചെടുത്തേ പറ്റുള്ളൂ. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ രഞ്ജൻ ഗൊഗോയി ആണ്. ദീപക് മിശ്ര മാറി. ഇനി ഞാൻ പറയുന്നത് ബ്രാൻഡ് അംബാസിഡർ ഓഫ് സിക്കിം ആണ്. ആരാണ് സിക്കിം സ്റ്റേറ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡർ? നമുക്കറിയാം സിക്കിം സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെയധികം കൾച്ചറൽ ഹെറിറ്റേജുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റീനെ അവരുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആരാണ്? AR റഹ്മാനാണ് സിക്കിം സ്റ്റേറ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള വ്യക്തി. ഇനി ഞാൻ പറയുന്നത് ചെയർമാൻ ഓഫ് ISRO ആരാണ്? K. ശിവൻ. ഇദ്ദേഹമാണ് ISROൻ്റെ ചെയർമാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഒരു 7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനിയും ബാക്കിയുള്ള ക്ലാസ്സുകളിൽ പുതിയ അപ്പോയിൻമെൻറ്റ്സും അല്ലെങ്കിൽ പുതിയ കറണ്ട് അഫയേഴ്സൊക്കെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഓർത്ത് വയ്ക്കുക. എക്സാമിന് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൻ്റെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക.